ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മരുന്ന് കോഴിയായിട്ടാണ് കേട്ടോ. കർക്കിടകത്തിൽ നമ്മൾ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനി ഈ ഒരു കോഴി മരുന്ന് കൂടി ഒന്ന് ഉണ്ടാക്കി കഴിക്കണ്ടേ, അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ അധികം പണിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു വീഡിയോ കുറച്ച് മുന്നേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, നാടൻ കോഴി കിട്ടണത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മേടിക്കുന്ന കോഴി വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുത്തത്. ചോറിൽക്കാണ് കേട്ടോ അത് ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കിലോൻ്റെ ചിക്കനാണ് മേടിച്ചേക്കുന്നത്. എല്ലാതും എടുത്തിട്ടുണ്ട് കേട്ടോ, അതിലൊന്നും മാറ്റിയിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് കഴുകി വൃത്തിയാക്കി വരച്ചതാണ്. ഇനി അതിലേക്ക് കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല ജീരകമാണ്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി ഉലുവ എടുക്കണം. ഉലുവയും കടുകും നല്ല ജീരകം നമ്മൾ ഒരേ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തൊരു സ്പൂണിലാണ് എടുത്തേക്കുന്നത്. ആ 3ഉം ഓരോ സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 3എണ്ണമായിട്ടാണ് കേട്ടോ, നമ്മുടെ മുഴുവൻ മല്ലി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കടക്കടത്തിൻ്റെ മുന്നേ തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി. ഇനി ഇത് ആവശ്യമുണ്ടെങ്കിൽ, എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കുറച്ച് കുരുമുളക് കൊടുക്കുക, എരിവിന് ആവശ്യത്തിനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മല്ലി, നല്ല ജീരകം, കടുക്, കുരുമുളക്, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഉമ്മ ഞങ്ങൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മരുന്നാണ് കേട്ടോ ഉണ്ടാക്കി തരാറുള്ളത്. അപ്പോൾ അത് മില്ലിൽ പോയിട്ട് പൊടിച്ചെടുക്കുകയെ ചെയ്യാറിട്ടത്. ഇപ്പോൾ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും നമ്മൾ വിചാരിച്ച അത്ര നൈസായിട്ടൊന്നും കിട്ടില്ല. അത് ഇതുപോലെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണുണ്ട്. ഇനി ഇത് വലിയ അരിപ്പൊക്കെ വെച്ചിട്ട് അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കൂടി അരച്ചെടുക്കുകയാണ്. നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വേസ്റ്റൊക്കെ കളയല്ലേ ചെയ്യുക, ആ ഒരു ചണ്ടി പോലത്തെ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഉലുവ ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉലുവ കുറച്ചും കൂടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചാണ് എടുത്തേക്കണത്. ഇനി ഇത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുക്കറിൽ ഇടണ്ട. ഇതിങ്ങനെ കുറേ നേരം കിടന്ന് വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. ഇനി അതായത് ചിക്കനിലേക്ക് നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം മുന്നെടുത്ത് വെച്ച കാരണം നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അത് അരച്ച് വെച്ച ആ ഒരു പൊടികളുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പൊടി വീട്ടിലുണ്ടാക്കാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. പച്ചമരുന്നൊക്കെ കിട്ടുന്ന കടകളിൽ നിന്ന് ഈ ഒരു പൊടി മേടിക്കാനും കിട്ടും. അവരതിൽ കുറേ മരുന്നുകളൊക്കെ കൂട്ടും. നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് വീട്ടിലുള്ള പൊടികൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇതിൽ ചതക്കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാറുണ്ട്. ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടണില്ല, നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ഇവിടെ ഉമ്മ സമ്മതിക്കാറില്ല മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ടാൽ ആ ഒരു മരുന്നിൻ്റെ ഒരു ഗുണം പോകുമെന്നാണ് പറയാറ്. അപ്പോൾ അത് കാരണം ഞങ്ങളിത് ഉപ്പിടാതെ തന്നെ കേട്ടോ കഴിക്കാറുള്ളത്. ഇനി കൈവച്ച് നന്നായി തിരുമ്പി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുക്കറിലല്ല, നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ കയ്യിൽ ഇത് വെക്കാനുള്ള മൺചട്ടിയില്ല. അപ്പോൾ അത് കാരണം ഞാനിതാ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ ഒന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിത് വെള്ളം വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിക്കണ വരെ തന്നെ ഇതൊന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ പ്രസവ സമയത്തൊക്കെ അത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ, മരുന്നുകളെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയായാലും ഞങ്ങൾ ഈ ആട്ടിറച്ചിയൊന്നും കഴിക്കില്ല. അപ്പോൾ ഈ ഒരു കോഴി മേടിച്ചിട്ടാണ്, അത് ഇങ്ങനത്തെ കോഴിയല്ല, ശരിക്കും ഈ ഒരു മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ കന്നിക്കോഴി എന്നൊക്കെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ മുട്ടടാറായ ഒരു കോഴി ഉണ്ടാവില്ലേ, അങ്ങനത്തെ കോഴീനെ മേടിച്ചിട്ട്, ആദ്യത്തെ മുട്ടടാറായ കോഴീനെ മേടിച്ചിട്ട് മരുന്നുണ്ടാക്കുകയും ചെയ്യുക. അപ്പോഴാണ് ഇത്രയും ഗുണം കൂടാറ്. അപ്പം ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ മേടിച്ച് തരാറുള്ളത്. അപ്പോൾ ഈ ആട്ടിറച്ചി കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ കഴിച്ചാൽ അതിൻ്റെ ഒരു ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്കതിന് കൂടുതൽ അറിയില്ല. ഞാൻ കൂടുതലും കഴിച്ചേക്കുന്നത് ഈ ഒരു മരുന്നാണ്. അതിൽ ഇതുപോലെ അല്ല കേട്ടോ, കുറേ ഉലുവ ഇട്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അത്യാവശ്യത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് കർക്കിടകമല്ലേ, പ്രസവിച്ച് എടുക്കുമെന്നല്ലല്ലോ അത്രയും ഉലുവ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞ് നമ്മുടെ മരുന്നൊക്കെ എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഉപ്പിടാറില്ല. ഉപ്പിടാതെ തന്നെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. അതുപോലെ ഇതിൽ നമ്മൾ ഗരം മസാലകൾ, അതുപോലെ മല്ലിയില അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ പച്ചമല്ലി പൊടിച്ചത് മാത്രമാണ് ഇതിലേക്കായിട്ട് നമ്മൾ കൂടുതലായിട്ട് ചേർക്കണുള്ളൂ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും. ഇതിങ്ങനെ വെന്ത് വരുമ്പോണ്ടല്ലോ നമ്മളെ വീട് മുഴുവനും നല്ലൊരു മരുന്നിൻ്റെ മണമാണ് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കാണ്ട്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാണ് താളിച്ച് ഒഴിക്കുന്നത്. നിങ്ങൾ നെയ്യിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞങ്ങളിത് വെളിച്ചെണ്ണയിലാണ് താളിക്കാറുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറുള്ളി കേട്ടോ, ഒരു പിടി ചെറുള്ളി ഉണ്ട്. അപ്പോൾ അത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ബീഫും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബീഫായാലും മട്ടൺ ആയാലും
നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാടൻ കോഴിയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നാടൻ കോഴിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ എന്തായാലും കർക്കിടകം കഴിയാനായില്ലേ, അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കി കഴിക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്ന് പറയണേ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ആ ഒരു ഉണ്ടാക്കി വെച്ച മരുന്നുണ്ടല്ലോ, ആ മരുന്ന് കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യിലാണെങ്കിൽ നിങ്ങൾ നെയ്യിലിട്ടോളൂ കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മരുന്ന് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് ആ മരുന്ന് ആ ചിക്കൻ്റെ പീസിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒട്ടി പിടിച്ച പോലെ ആവും കേട്ടോ. നന്നായി പരട്ടിയ പോലെ ആയിട്ട് കിട്ടും. കുക്കറിലൊന്നും ഇട്ട് വേവിക്കരുത് കേട്ടോ. നമ്മൾ വിറകടുപ്പിലൊക്കെ വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒന്നും കൂടി രുചി കൂടും. ഇപ്പം ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, എനിക്ക് അവിടെ കുറച്ച് വെളിച്ചം കുറവാണ്, അത് കാരണമാണ് ഞാൻ സ്റ്റൗവും വെച്ച് കാണിച്ചു തന്നത്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ മരുന്ന് ഇരിക്കുക. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് ചൂടാറിയാൽ ഒരു കളറിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ആയിട്ടാണ് നമുക്കൊന്ന് ചൂടാറിയിട്ട് വരുമ്പോൾ കിട്ടുക. കണ്ടില്ലേ, ഒരു ചെറിയൊരു കറുപ്പ് കളറിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ, നല്ലൊരു കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചോറ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. ഇനിയിപ്പോൾ ചോറാ ചപ്പാത്തിയോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ലതാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ഉപ്പിൻ്റെ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഉപ്പിട്ടിട്ട് ഉണ്ടാക്കിക്കോളോ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരുന്നുകളിലൊന്നും ഉപ്പിടരുത് എന്നുള്ളത്? അതോ എൻ്റെ ഉമ്മയുടെ മാത്രം അങ്ങനെ ഒരു ഇതാണോ? അതും കൂടി അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇവിടെ ഉമ്മ ഒരു മരുന്ന് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നിലും ഉപ്പിടാൻ അങ്ങോട്ട് സമ്മതിക്കാറില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മരുന്ന്. ഇതാ ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്. ചൂടോടക്കനെ ചൂടാറിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എപ്പോൾ വേണമെങ്കിലും ഒന്ന് കഴിക്കുക. അപ്പോൾ ഈ ഒരു കർക്കിടക മാസം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി നോക്കുക. നല്ലതാണ്, ടേസ്റ്റുമാണ്, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ കർക്കിടകത്തിൻ്റെ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ പ്ലേലിസ്റ്റ് ആക്കി വെക്കാം കേട്ടോ. നിങ്ങൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കുക. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരത്തിൽ പറഞ്ഞ വീഡിയോസാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് എൻ്റെ ഈ കർക്കിടകത്തിൽ ഈ ഒരു വർഷത്തെ മരുന്നുണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഉണ്ടാക്കാം. അപ്പോൾ ഇതിലത്തെ ആ ഒരു മസാലയും ചോറൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. അതുപോലെ ഉണ്ടാക്കിയവരാണെങ്കിലും കഴിച്ചവരാണെങ്കിലും ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.